എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാറിലേക്ക് സ്വാഗതം. ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ മെയ് 2025 എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ മെയ് 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Knight of Cups, Eight of Wands, Lovers, Hermit, Seven of Swords and Page of Swords energy. ആദ്യം തന്നെ നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് 7 ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ആണ്. ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു മാസമാണ്. പ്രണയത്തിലോ അല്ലെങ്കിൽ സൗഹൃദത്തിലോ ചതിവ് പറ്റാനുള്ള ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഈ ഒരു മാസത്തിൽ സ്നേഹത്തിൻ്റെ പേരിൽ ആരെങ്കിലുമൊക്കെ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാനോ ചെയ്യാനോ ഒക്കെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിന് അല്ലെങ്കിൽ ന്യായത്തിനും നീതിക്ക് നിരക്കാത്തതോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സാക്ഷിക്ക് നിരക്കാത്തൊരു കാര്യമാണെങ്കിൽ എനിക്ക് വേണ്ടി ഇത് ചെയ്യണം എന്നുള്ള രീതിയിൽ ആരെങ്കിലും അല്ലെങ്കിൽ അവരോടുള്ള കടമയോ കടപ്പാടോ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക എന്നുള്ളത് എടുത്തു പറയുന്നു. പ്രത്യേകിച്ച് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, ചെറിയ രീതിയിൽ മറ്റുള്ളവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നു, മറ്റുള്ള കാര്യങ്ങൾ, അങ്ങനെ സൗഹൃദത്തിൻ്റെ പേരിൽ സ്നേഹത്തിൻ്റെ പേരിൽ എന്തൊക്കെ സിറ്റുവേഷൻ ആയാലും ചെയ്യാതിരിക്കുക. അത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ ഒരു മാസം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വർഷം അല്ലെങ്കിൽ മാത്രമല്ല മുന്നോട്ടേക്ക് വരുന്ന സമയങ്ങളിലും നിങ്ങളെ ബാധിക്കാൻ ഇടയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു മാസത്തിൽ. പിന്നെ വിവാഹവും ജീവിതത്തിൽ വിവാഹം ഇതുവരെ നടക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം വിവാഹ സാധ്യതയുള്ള സമയമാണ്. പൊതുവേ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും ബിസിനസ് കാര്യങ്ങളും ബന്ധങ്ങളും കൂട്ടിക്കൊഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊരു ബിസിനസ്സായിട്ട് അല്ലെങ്കിൽ വർക്ക്, ബിസിനസ്, ഫിനാൻസ് അത് വേറെ ആയിട്ട് കാണുക. പേഴ്സണൽ ബന്ധങ്ങൾ, റിലേഷൻഷിപ്സ് മാറ്റി നിർത്തുക. അതായത് അതിൽ പണം കൂട്ടിക്കുഴയ്ക്കാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് പിന്നീട് പ്രശ്നങ്ങളിലേക്ക് വരും. നിങ്ങളെ മനസ്സിലാക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ നിൽക്കും. പക്ഷെ അല്ലാത്തവരാണെങ്കിൽ അത് അങ്ങനെയുള്ള ബന്ധങ്ങൾ ജീവിതത്തിൽ വേണോ എന്നുള്ളത് വീണ്ടും തീരുമാനമെടുക്കുന്ന സമയമാണ്. ചില സൗഹൃദങ്ങളൊക്കെ വിട്ടുപോകാൻ സാധ്യതയുള്ള സമയമാണ്. കാരണം സ്നേഹത്തെക്കാൾ അല്ലെങ്കിൽ ആ ഒരു സൗഹാർദ്ദത്തെക്കാൾ കൂടുതൽ അതിലുപരി സാമ്പത്തിക നേട്ടങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ട് എങ്കിൽ മാത്രം കൂടെ നിൽക്കുന്ന ബന്ധങ്ങളായിരിക്കാം. അങ്ങനെയുള്ള ബന്ധങ്ങൾ ഒഴിവായി പോകുന്നതാണ് നല്ലതെന്നുള്ള ചിന്തയിൽ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ചില ആളുകൾ ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ട് പലതും സാക്രിഫൈസ് ചെയ്യും. അങ്ങനെയൊന്നും സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഗുണമുണ്ടാകുന്ന സമയമല്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ 8 ഓഫ് വോൺസ് ആൻഡ് ഹെർമിറ്റ് മോഡാണ്. ജോലി, കരിയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒത്തിരി ചെറിയ ചാലഞ്ചസ് ഒക്കെ ഉണ്ടാവാം. അപ്പോൾ അത് നിങ്ങളുടെ ഒരു മനോധൈര്യം കൊണ്ട് നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയിട്ടാണ്. ഈ ഒരു സമയം ഈ പറഞ്ഞ ചെറിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുന്നത് കൊണ്ട് മാനസികമായിട്ടൊരു തയ്യാറെടുപ്പ് അനിവാര്യമാണ്. അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ, മനഃശാന്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വളരെയധികം പ്രയോജനം ചെയ്യുന്നതായിരിക്കും. ആത്മീയതയിൽ താല്പര്യമുള്ളവരാണെങ്കിൽ അതുപോലുള്ള മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ളത് റിലീജിയസ് ആയിട്ടുള്ള നിങ്ങളുടെ മതപരമായിട്ടുള്ള കാര്യങ്ങളാണ് താല്പര്യമെങ്കിൽ അങ്ങനെയുള്ളത് നിങ്ങൾക്കൊരു ആശ്വാസം. ഇപ്പോൾ ദൈവത്തെ വിളിക്കുമ്പോൾ ഒരു മനസ്സമാധാനം എന്നുള്ള രീതിയിൽ അങ്ങനെയാണെങ്കിൽ ദൈവികമായിട്ടുള്ള കാര്യങ്ങളോ ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ ഒക്കെ സന്ദർശിക്കാം. ആത്മീയതയിലേക്ക് കൂടുതൽ അടുക്കുന്ന ഒരു സമയം കൂടിയിട്ടായിരിക്കും. കാരണം നമ്മൾ പല ആളുകളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന്, ഭൗതിക ലോകത്തിലുള്ള ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് ഒത്തിരി സാധ്യതകൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ദൈവത്തോട് ആയിരിക്കും കൂടുതലായിട്ട് അടുപ്പം എന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട് ഈ ഒരു മാസത്തിൽ. അപ്പോൾ അത് തുടങ്ങുമ്പോൾ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ അടുക്കും ചുറ്റിയോടും കൂടിയിട്ട് ഉള്ള ചിലപ്പോൾ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. പിന്നെ മഹാദേവൻ ശിവനെ ആരാധിക്കുക, ശിവക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതും ഒക്കെ വളരെ പ്രയോജനം ചെയ്യുന്ന കാര്യമാണ്. കൂവളമാല ശിവന് അർപ്പിക്കുന്നത് നല്ലതായിരിക്കും. മറ്റ് മതത്തിൽപ്പെട്ടവരാണെങ്കിലും നിങ്ങളുമായിട്ട് അതായത് നിങ്ങളുടെ ഇഷ്ടദൈവമോ അല്ലെങ്കിൽ നിങ്ങൾ അത്രയും എന്ത് സിറ്റുവേഷൻ ഉണ്ടായാലും നിങ്ങൾ ഓടിപ്പോകുന്ന ആ ഒരു സ്ഥലം, ഇടം
ദൈവികമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇടങ്ങളിൽ പോകുന്നത് നിങ്ങൾക്കും നല്ലതായിരിക്കും. അതേപോലെ തന്നെ 8 ഓഫ് വോൺസ് ആൻഡ് പേജ് ഓഫ് സോട്സ് എനർജി കണക്ഷൻസ് ആണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പുതിയ തുടക്കം ആയിരിക്കും ഈ ഒരു സമയം. പിന്നെ ചില കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, മക്കളും അച്ഛനമ്മമാരും തമ്മിൽ വിദ്യാഭ്യാസ കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്നൊരു കോഴ്സ് പഠിക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടാവും, മാതാപിതാക്കൾക്ക് ചിലപ്പോൾ അതിൽ താല്പര്യം ഉണ്ടാവില്ല, സമ്മതം ലഭിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നിങ്ങൾ അതായത് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സോ അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പുറത്തു പോയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ പാരൻസിൻ്റെ ആഗ്രഹം മറ്റൊന്നായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ടാവും. ചില ആപ്ലിക്കേഷൻസ് ഒക്കെ അയച്ചിട്ടുള്ളത് നിങ്ങൾ പാരൻസ് അറിയാതെ അയച്ചതായിരിക്കാം. അതിന് നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യമായിരിക്കാം, പക്ഷെ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അങ്ങനെ ഒരു ഓഫർ ലെറ്ററോ കാര്യങ്ങളോ ഒക്കെ വരുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരേ സമയം തന്നെ സന്തോഷവും പാരൻസിനെ ഇങ്ങനെ കൺവിൻസ് ചെയ്യുന്നുള്ളൊരു ചിന്തയും കാര്യങ്ങളോ ഒക്കെ ഈ ഒരു മാസത്തിൽ സംഭവിക്കുന്നുണ്ട്. പ്രായമായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം പ്രായത്തിൻ്റേതായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അത് നിങ്ങളുടെ ജീവിതചര്യകൾ നിയന്ത്രിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ടേക്ക് പോവാം. അപ്പോൾ അതായത് പ്രായം കൂടുതലാകും തോറും കുറച്ച് എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുക എന്നുള്ളൊരു ഇതിലേക്കാൾ കൂടുതൽ കുറച്ച് ആക്റ്റീവ്, അതായത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അധികം സമയം ഇരിക്കാതെ കുറച്ച് സമയമൊക്കെ എഴുന്നേറ്റ് നടക്കുക, അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഒന്ന് ആക്റ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളത്. ഓക്കെ. അതേപോലെ തന്നെ ലവേഴ്സ് ആൻഡ് 7 ഓഫ് സോട്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ വിവാഹിതരായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ വിവാഹം കഴിഞ്ഞ ശേഷം അടുത്ത സമയങ്ങളിൽ ഹണിമൂൺ സമയത്ത് എങ്ങനെയായിരുന്നു ആ ഒരു രീതിയിലേക്കുള്ളൊരു അങ്ങനെ ഒരു പ്രണയവും കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ തിരിച്ചു വരുന്ന ഒരു സമയം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. കാരണം യാത്രകൾ ചിലപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ വിവാഹശേഷം ഒരു യാത്ര നടത്തിയതിനു ശേഷം ഇപ്പോഴായിരിക്കും, ഒത്തിരി വർഷങ്ങൾക്ക് കഴിഞ്ഞിട്ട് ഇപ്പോഴായിരിക്കും നിങ്ങൾ അതുപോലെ ഒരു യാത്ര നിങ്ങളുടെ ജീവിതത്തിലുണ്ട്, അതുപോലെ ഒരു യാത്ര നിങ്ങൾ ചെയ്യുന്നത് ഇപ്പോഴായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഫാമിലി മാരീഡ് ലൈഫിൽ വളരെ തൃപ്തികരമായിട്ടുള്ളൊരു മാസമായിരിക്കും ഈ ഒരു മാസം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. കുട്ടികളുമായിട്ടുള്ള ബന്ധം കൂടുതൽ ഒരു ഫ്രണ്ട്ലി അല്ലെങ്കിൽ കുറച്ചുകൂടി ഊഷ്മളമാക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. കാരണം 2 ജനറേഷൻസ് തമ്മിലുള്ള തർക്കങ്ങൾ, മനസ്സിലാവായിക, അതൊക്കെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ പൊതുവെ ഫാമിലി ലൈഫിൽ അന്തരീക്ഷം വളരെ നല്ല രീതിയിൽ ഉള്ളൊരു സാഹചര്യമായിരിക്കും സൂചിപ്പിക്കുന്നത്. ഓക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ യാത്രകൾ ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ്. ഫാമിലിയായിട്ട് ഒരുമിച്ചിരിക്കാനായിട്ട് പറ്റുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അച്ഛൻ, അമ്മ, മക്കൾ അതുപോലെ എല്ലാവരും ചേർന്നുള്ള യാത്രയോ അല്ലെങ്കിൽ പാരൻസ് ഒരുമിച്ച് യാത്ര പോകുന്നത്, ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ മാത്രം ഒരുമിച്ച് യാത്ര പോകുന്നതിനുള്ളൊരു അവസരവും സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ കുറച്ച് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ചിന്തകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരുന്ന സമയമാണ്. അപ്പോൾ ഫിലോസഫിക്കലായിട്ട് സാഹിത്യപരമായിട്ടുള്ള രീതിയിലൊക്കെ സംസാരിക്കുക അല്ലെങ്കിൽ കുറച്ച് യുക്തിപരമായിട്ട് കാര്യങ്ങളിലേക്ക് പോകുന്നൊരു സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചില കോൺഫ്ലിക്ട്സ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ മതപരമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്, അതേസമയം തന്നെ ഭയങ്കര ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലും താല്പര്യമുണ്ട്. അപ്പോൾ രണ്ടും ബാലൻസ് ചെയ്ത് ഒരേപോലെ ഏത് കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ ഇൻ്റലക്ച്വലായിട്ട് ചിന്തിക്കേണ്ടത്, എവിടെയൊക്കെയാണ് കുറച്ചുകൂടി സ്പിരിച്വലോ റിലീജിയസോ ആവേണ്ടത് എന്നൊക്കെയുള്ള ഒരു കാര്യത്തിൻ്റെ ഒരു കൺഫ്യൂഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതായത് മോഡേൺ ഈ ഒരു സമയത്ത് ഇങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള രണ്ടും കൂടിയുള്ളൊരു കൺഫ്യൂഷൻ മനസ്സിലുണ്ടാവും. പക്ഷേ ഇന്ന കാര്യങ്ങളിൽ ഇന്നത് എന്നുള്ള രീതിയിൽ വേർതിരിച്ച് കണ്ട് മുന്നോട്ടേക്ക് പോയാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ബാലൻസ്, നിങ്ങളുടെ മനസ്സിന് തൃപ്തികരമായിട്ടുള്ളത് ചെയ്യുക, മറ്റുള്ളവരെന്ത് ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടല്ല. ജോലി സംബന്ധമായിട്ട് ഒരു ഉയർച്ച ഉണ്ടാകുന്നതായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചിട്ട് നിങ്ങൾ പ്രമോഷനോ ശമ്പള വർധനോ അതുപോലെയുള്ളൊരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ അച്ഛനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പിതാവുമായിട്ട് നിങ്ങൾക്ക് പണമിടപാട് എന്തോ പറ്റിയുള്ള തർക്കമോ പ്രശ്നമോ ചില ആളുകൾ സൂചിപ്പിക്കുന്നുണ്ട്, എല്ലാവരിലും അല്ല. ഓക്കെ.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.